തലയിലും മൂക്കിലും ചതവ്. നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ഗോപന് നിരവധി അസുഖങ്ങളെന്ന് റിപ്പോർട്ടിൽ വിവരം. ലിവർ സിറോസിസും വൃക്കകളിൽ സിസ്റ്റും കണ്ടെത്തി. ഹൃദയധമനികളിൽ 75% ബ്ലോക്ക് ഉണ്ട്. മുഖത്തും മൂക്കിലും തലയിലുമായി 4 ചതവുകൾ ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഇത് മരണകാരണമായിട്ടില്ലെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. രാസപരിശോധനാ ഫലം വന്നാലേ മരണകാരണം വ്യക്തമാകൂ എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ മാസം 16-ാം തീയതി നടന്ന പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. നെയ്യാറ്റിൻകര ഗോപന്റെ തലയ്ക്കു പിന്നിലും നെറ്റിയിലും മുഖത്തും മൂക്കിലും ചതവുകളുണ്ട്. നെറ്റിയിലെ ചതവിന് ആഴമുണ്ടെങ്കിലും ഇതൊന്നും മരണകാരണമല്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ മുഖത്തും മൂക്കിലും ഉണ്ടായത് മുറിവല്ലെന്നും തഴമ്പാണെന്നും അത് പണ്ട് മുതലേ ഉണ്ടായിരുന്നുവെന്നും ഗോപന്റെ ഭാര്യ സുലോചന പറഞ്ഞു. ഒരു മുറിവും ഉണ്ടായിരുന്നില്ലെന്ന് കുടുംബം പറയുന്നു. പോലീസ് അന്വേഷണത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലെന്നും ഇനിയും അന്വേഷണവുമായി സഹകരിക്കുമെന്നും കുടുംബം വ്യക്തമാക്കി. അതേസമയം ഗോപന്റേത് സമാധി എന്നാണ് കുടുംബം ആവർത്തിക്കുന്നത്. സമാധിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവിതമാർഗമായി ഉപയോഗിക്കില്ലെന്ന കുടുംബത്തിന്റെ നിലപാട്. ഉപജീവനത്തിനായി കുടുംബത്തിന് 2 പശുക്കളെ സുരേഷ് ഗോപി MP വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നെയ്യാറ്റിൻകര ഗോപന്റെ മരണവാർത്ത ഉപജീവന മാർഗമായി കാണുന്നില്ലെന്നും കുടുംബം വ്യക്തമാക്കി. സമാധി ഭക്തമാർഗമാണ്, ഉപജീവന മാർഗമല്ല. 2019-ൽ ഗോപൻ സ്വാമി ട്രസ്റ്റ് രൂപീകരിച്ചു. ഈ ട്രസ്റ്റിന്റെ വക സ്ഥലം കൈമാറ്റം ചെയ്യാനോ വായ്പ കൊടുക്കാനോ പാടില്ലെന്ന് ഗോപൻ സ്വാമി എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മാർക്കറ്റ് ചെയ്യാനാണെന്ന വാർത്തകളിൽ കുടുംബത്തിന് വിഷമമുണ്ട്. സമാധിയിൽ വരുന്ന വരുമാനം കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കില്ല, അധ്വാനിച്ച് ജീവിക്കാനാണ് തീരുമാനിച്ചതെന്നും കുടുംബം പറഞ്ഞു. അതേസമയം രാസപരിശോധനാ ഫലം കൂടി കിട്ടിയ ശേഷം അന്വേഷണവുമായി മുന്നോട്ടു പോകാനാണ് നെയ്യാറ്റിൻകര പോലീസിന്റെ തീരുമാനം.